പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മിക്സ് റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 ടീസ്പൂണോളം കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളൂ, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയും കോൺഫ്ലോറും ആണ്. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ് എടുത്തിട്ടുള്ളത്. ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ ആ മിക്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഫ്രൈയോ സോയ ഫ്രൈയോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാനിപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂണോളം തൈര്, ഒരു പകുതി നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ആ നാരങ്ങ നീരും തൈരും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം ഒക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് നല്ല കളർ ഉണ്ടാവും. എക്സ്ട്രാ കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഫുഡ് കളേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അധികം പുളിയില്ലാത്ത കട്ടത്തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക. മസാല കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ നിന്ന് തന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, കറിവേപ്പില ചേർത്ത് കൊടുക്കാത്തത്. ചെറിയ പീസസ് ആയിട്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ചിക്കൻ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മസാലയൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് പിടിച്ചു കിട്ടിക്കോളും. അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മസാല പുരട്ടി അതിലേക്ക് വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഓയിൽ യൂസ് ചെയ്യേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്കും മീഡിയം ഫ്ലെയിമിലേക്കും മാറ്റി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് നമ്മൾ നേരത്തെ കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബാക്കി വന്ന മസാല എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ മുകളിലേക്ക് നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടി